ഹായ് ഓൾ. ഫേസ്ബുക്കിൽ നമ്മൾക്ക് 5 പൈസ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ പ്രൊഫഷണൽ മോഡ് ഓണിൽ ആയിരിക്കണം. പക്ഷെ പല ആൾക്കാർക്കും അറിയില്ല. ചില ആൾക്കാർ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ആക്കിയ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ പ്രൊഫഷണൽ മോഡിൻ്റെ ആ സെറ്റപ്പ് ബട്ടൺ അവിടെ കാണാറില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്നോട് 2-3 വീഡിയോസ് ഇട്ട് ഫേസ്ബുക്കായി റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരുടെയും ചോദ്യം ഇങ്ങനെ തന്നെയാണ്, എൻ്റെ പ്രൊഫൈലിൽ ഫേസ്ബുക്കിൻ്റെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണുന്നില്ല, അത് എങ്ങനെയാണ് ആക്കേണ്ടത്, എവിടെ വെച്ചിട്ട് നമുക്ക് ലഭിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഫഷണൽ മോഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഈ പഴയ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പാക്കിയ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലും അതുപോലെ തന്നെ പേജിലും തന്നെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ആക്റ്റീവ് ആക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഒന്ന് മുകൾ ഭാഗത്ത് കാണാൻ പറ്റും. ഇനി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക. ഈ 3 ലൈൻ കണ്ട ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ 3 സ്ഥലത്തും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താക്കാം, പിന്നെ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അറ്റത്തുള്ള 3 ഡോട്ട് ഉണ്ടോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഈ അടിഭാഗത്ത് ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഓണാക്കി വെച്ചത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ ആക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, മനസ്സിലായല്ലേ? ഇതിപ്പോൾ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്നുള്ള എൻ്റെ ടേൺ ഓണിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ടേൺ ഓഫും ടേൺ ഓൺ ആക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലായിട്ട് നിങ്ങളെ പ്രൊഫൈൽ ലോക്ക് ആക്കിയിട്ടുണ്ട്, അത് അൺലോക്ക് ആക്കിയിട്ട് മാറ്റണം. അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ്, ഇപ്പോൾ ഞാൻ പേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഇതേ പേജിൽ ഈ 3 ഡോട്ട് പേജിൻ്റെ പ്രൊഫൈൽ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ 3 ഡോട്ട് ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മുടെ പേജിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കൗട്ട് അടിക്കുക. ബാക്കൗട്ട് അടിച്ചതിന് ശേഷം ഈ 3 ഡോട്ട് ഉണ്ട്, ഈ 3 ലൈനിൽ കണ്ട, ഈ 3 ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് ഇവിടെ റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ട, ഈ റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്തായിട്ട് കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇൻക്ലൂഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേജാണോ പ്രൊഫൈലാണോ അവിടെ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ പേജാണല്ലോ, പേജ് സെലക്ട് ചെയ്ത് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കാനുള്ള കുറച്ച് ലെറ്റർ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അത് എൻ്റെ ഇതേ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡയറക്റ്റ് അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എന്താക്കാന്ന് അറിയാം, കൊടുത്തതിന് ശേഷം ഏറ്റവും അടിഭാഗത്തായിട്ട് പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ നമ്മളെ പിന്നെ അവിടെ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ കൊടുക്കാനുണ്ട്. ആ ലിങ്ക് ചെയ്ത് അപ്പോൾ പിന്നെ ആ പേജിൻ്റെ ലിങ്ക് ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ കൊടുക്കാനുണ്ട്. അതിനുശേഷം എന്താക്കാന്ന് ചെയ്യേണ്ടത്, നമ്മൾ പേജ് നേരത്തെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി വേറെ ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ബട്ടണിൽ കണ്ട, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഫേസ്ബുക്കിന് സെൻഡ് ആവും. എന്നിട്ട് റിപ്ലൈ ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് വരും. 48 അവേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 72 3 ദിവസത്തിൻ്റെ ഉള്ളിൽ, 3 ബിസിനസ് ഡേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കുന്നുള്ളൊരു മെസ്സേജ് വരും. ഇനി അഥവാ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 3 ദിവസം വരെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല.
നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു പേജോ അല്ലെങ്കിൽ പ്രൊഫൈല് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് തുടങ്ങാവുന്നതാണ്. മനസ്സിലായോ? പബ്ലിക് എന്നില്ല, പേഴ്സണൽ പ്രൊഫൈൽ എന്നുണ്ട്, പബ്ലിക് എന്നില്ല, പേജും എന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ പ്രൊഫൈൽ തുടങ്ങാം. ഇനി പേജ് തുടങ്ങണമെങ്കിൽ എനിക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഫേസ്ബുക്ക്, യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.